ഈ പെൺകുട്ടി ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ കേക്ക് ആവട്ടെ ഒരു നായയുടെ ആയിരുന്നു. ഈ സമയത്താവട്ടെ ആ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു പണക്കാരനായ യുവാവ് ആ റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോഴാണ് പെൺകുട്ടിക്ക് മനസ്സിലായത് അവളുടെ കുടുംബം അവൾക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്ന ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയല്ല അയാളെന്ന്. പെൺകുട്ടിയാവട്ടെ അവളുടെ കുടുംബം ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് ഏർപ്പാടാക്കിയ പങ്കാളിയാണെന്ന് കരുതിയാണ് യുവാവിന്റെ അടുത്തേക്ക് ഇരിക്കുന്നത്. പണക്കാരനായ ആ യുവാവിനെ തെറ്റിദ്ധരിച്ച പെൺകുട്ടിയാവട്ടെ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ കേക്കും മറ്റു സമ്മാനങ്ങളും അയാൾ ഒരുക്കിയിരിക്കുന്നതാണെന്ന് കരുതുന്നു. പെൺകുട്ടിക്കാവട്ടെ തെറ്റിദ്ധാരണ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും യുവാവട്ടെ അവൾക്ക് ബർത്ത്ഡേ വിഷ് നൽകുകയും അതുകൂടാതെ ആ കേക്ക് കട്ട് ചെയ്യാനും അനുവദിക്കുന്നുണ്ട്. നായയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കേക്കായിരുന്നു അതെന്ന് അവൾക്കറിയില്ലായിരുന്നു. നായയെ കണ്ടപ്പോഴും അമ്മ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പെൺകുട്ടിയുടെ ജന്മദിനവും നായയുടെ ജന്മദിനവും ഒരേ ദിവസമായിരുന്നു. പെൺകുട്ടിയാവട്ടെ നായയുടെ കേക്ക് മുറിച്ചതിൽ അതിനോട് ക്ഷമ പറയുന്നുണ്ട്. അത് മാത്രമല്ല അതിയായി നാണക്കേട് തോന്നിയ അവളാവട്ടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുട്ടി വളരെ ക്യൂട്ടാണെന്ന് ഈ സമയത്ത് യുവാവിന് തോന്നുന്നുണ്ട്. യുവാവിന്റെ കുടുംബവും അവനെ ഒരു വിവാഹത്തിനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനാവട്ടെ ഈ സമയത്ത് നിസ്സഹായതയിലാവുന്നുണ്ടെങ്കിലും പെൺകുട്ടിയുടെ ക്യൂട്ടായിട്ടുള്ള മുഖം അവന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. ഈ സമയത്താണ് യുവാവിന്റെ സ്ഥാപനത്തിലെ ഒരു ഇന്ത്യന്മാരുടെ തെരഞ്ഞെടുപ്പിൽ അവളുടെ പ്രൊഫൈല് അവൻ കാണാനിട വരുന്നത്. ഉടനടി തന്നെ യുവാവട്ടെ അവളെ തന്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിക്കാനായി അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ജോലിക്ക് ജോയിൻ ചെയ്യാനായി പെൺകുട്ടിയാവട്ടെ കമ്പനിയിലേക്ക് പോകുന്നു. ഈ സമയത്ത് ലിഫ്റ്റിലേക്ക് കയറുന്ന പെൺകുട്ടിയാവട്ടെ യുവാവിനെ കാണുന്നുമുണ്ട്. എന്നാൽ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അവനായിരുന്നു അവളുടെ പുതിയ ബോസ് എന്നുള്ള വിവരം. പെൺകുട്ടിയാവട്ടെ അവനോട് ക്ഷമാപണം നടത്തിയതിനു ശേഷം നായയുടെ കേക്കിന് പകരം കോമ്പൻസേഷൻ നൽകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവരിരുവരും കോണ്ടാക്ട് ഇൻഫോർമേഷൻ കൈമാറുന്നുണ്ട്. അതിനുശേഷം ഇരുവരും ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാനേജർ വന്ന് യുവാവാണ് ബോസ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. പെൺകുട്ടിയാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവരാണ് അവളുടെ പുതിയ ബോസ് എന്നറിഞ്ഞിട്ട് അവരാവട്ടെ അവളുടെ നേർക്ക് കൈ നീട്ടുന്നുണ്ട്. അവൾ ആ ഷോക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കൈ കൊടുക്കുന്നുണ്ടെങ്കിലും കൈ പിൻവലിക്കാൻ അവൾ മറന്നു പോകുന്നുണ്ട്. ഒരുപാട് തവണ കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കൈ വിടുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളുടെ പേര് വിളിച്ചപ്പോൾ മാത്രമാണ് അവൾ കൈ പിൻവലിച്ചത്. അങ്ങനെ ആദ്യ ദിവസം തന്നെ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനായി പെൺകുട്ടിയും കൊണ്ട് യുവാവ് പോകുന്നുണ്ട്. അവർ കാണാൻ പോയ ക്ലയന്റായ സ്ത്രീയുടെ ദേഹമാകെ പൊടിയും പൊട്ടും അഴുക്കുമായിരുന്നു. അവന്റെ നേർക്ക് കൈ നീട്ടുന്ന കണ്ടിട്ട് പെൺകുട്ടിയാകെ പരിഭ്രാന്തിയാവുന്നുണ്ട്. കാരണം വൃത്തിഹീനമായ കയ്യിൽ പിടിക്കാൻ അവൻ ചിലപ്പോൾ രസിച്ചാലോ എന്ന് കരുതിയിട്ട് പെൺകുട്ടിയാവട്ടെ അവരുടെ നേർക്ക് കൈ നീട്ടുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ അവൻ അവരുടെ നേർക്ക് കൈ നീട്ടി അവരുടെ കൈയിലേക്ക് പിടിക്കുന്നുണ്ട്. ആ യുവാവ് വളരെ സൗമ്യമായി തന്നെയാണ് അവരോട് പെരുമാറുന്നത്. ഇത് കണ്ടിട്ട് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ കരുതിയതുപോലെ ഒരു കർക്കശക്കാരനല്ല എന്ന്. ജോലി കഴിഞ്ഞതിന് ശേഷം യുവാവട്ടെ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവളുടെ കയ്യിലേക്ക് ഒരു ബാൻഡേഡ് എടുത്തു കൊടുക്കുന്നു. കാരണം ഹൈ ഹീൽസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവളുടെ കാലിന് മുറിവ് പറ്റിയിരുന്നു. ഇനി ഭാവിയിൽ അവനോടൊപ്പം ഏത് അസൈൻമെന്റിന് വന്നാലും അവൾ ഹൈ ഹീൽസ് ധരിക്കേണ്ട കാര്യമില്ല എന്നും യുവാവ് വ്യക്തമാക്കുന്നുണ്ട്.